ഇന്നും ഭാര്യ പിതാവിനെയും മാതാവിനെയും ഒരു തമ്മാടി വെട്ടി ഒരു ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ ക്യാഷൻ വന്നിട്ടുണ്ട്, ലഹരിക്ക് അടിമപ്പെട്ടത് കൊണ്ടാണ്. ഇനി ഇവരൊന്ന് അറസ്റ്റ് ചെയ്യും. നാളെയും മറ്റന്നാളും തെളിവെടുപ്പ് നോട്ട് അവനും താല വിളിച്ച് ഒരു അമേരിക്കൻ പ്രസിഡന്റാറ്റം വന്ന് ഇറങ്ങുന്നവരെ പോലീസ് സെക്യൂരിറ്റി കൊണ്ടുവരും. അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച് വീണ്ടും ഇവരെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകും. ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എന്താ പറയേണ്ടത്, എങ്ങനെ തുടങ്ങേണ്ടത് എന്നപോലെ അറിയാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുക ഞാൻ. അപ്പോൾ എല്ലാവർക്കും അറിയാം, താമരശ്ശേരി ഈങ്ങാപ്പുഴയൊക്കെ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്ത് ചെയ്യാൻ, എൻ്റെ സ്വന്തം നാടാണ് ഈങ്ങാപ്പുഴ. ഞാൻ ജനിച്ച് വളർന്ന നാടാണ്. കഴിഞ്ഞ ദിവസം ഭാര്യേനെ വെട്ടിക്കൊന്ന ആ ഒരു സംഭവം ഉണ്ടായത് എൻ്റെ നാട്ടിലാണ്. എൻ്റെ വീടിൻ്റെ ജസ്റ്റ് 1-2 കിലോമീറ്റർ മാത്രം വ്യത്യാസമേ ഉള്ളൂ ഈ പറഞ്ഞ സംഭവം നടന്ന സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മളെ നാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അത് പറഞ്ഞു തരുന്നു. ഒരു നാടും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ എല്ലാ നാടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. മുന്നോട്ട് ഇതിലും കൂടുതൽ വഷളാവാതെ എങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് റിക്കവർ ആവാൻ പറ്റുമെന്നുള്ളതും, അതേപോലെ എന്താ പറയുക, എല്ലാവരും കൂടെ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം, നാടിനെ എങ്ങനെ പഴയതുപോലെ നന്മ നിറഞ്ഞ കേരളം എന്ന് പറയുന്ന ലെവലിലേക്ക് നമുക്ക് എത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇനിയിപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ളത്. കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തതുകൊണ്ടോ ന്യൂസ് ഒക്കെ എടുത്തിട്ട് അലക്കി വിശദീകരണം ചെയ്തതുകൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയും ഇതേപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം വളർന്നു വരുന്ന നമ്മളെ മക്കളും നാളത്തെ ഇതേപോലെ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ട ആൾക്കാരാണ്. അല്ലെങ്കിൽ വളർന്നു വരുന്ന നമ്മുടെ തലമുറ ഇതേപോലെ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നാളെ ഇവിടുന്ന് കേരളം എന്ന് പറയുന്നൊരു സംഭവം തന്നെ അപ്രത്യക്ഷമായി പോവാതെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി നമ്മളെ മക്കളും അല്ലെങ്കിൽ നമ്മളുടെ ഭാവി തലമുറയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇതിനോട് ചേർത്ത് ഞാനൊരു വീഡിയോ ഉണ്ട്, വളരെ അർത്ഥവത്തായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ചിന്തനീയമായിട്ടുള്ള, അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പറ്റുന്ന പല കാര്യങ്ങളും ഉൾക്കൊണ്ട് സമൂഹത്തിൽ നമുക്ക് എന്തെല്ലാം നമുക്ക് ഓരോരുത്തരും മുൻകൈ എടുത്തിറങ്ങിയാൽ മാത്രമേ ഒരാൾക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അപ്പം എല്ലാവരും കൂടെ ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനോട് ചേർത്തിട്ട് ഞാൻ കേട്ടൊരു വോയിസ് എനിക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്യണം തോന്നി. ഇതിൻ്റെ കൂടെ വെക്കുകയാണ്. നെട്ടിപ്പുറത്തെ കുറേ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, എല്ലാവരും ചിന്തിക്കുക. ഓരോരുത്തരെ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഒരു സംഭവമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ, സമരപരിപാടിയോ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഓരോരുത്തരും മാനസികമായിട്ടും ധാർമ്മികമായിട്ടും ശാരീരികമായിട്ടും പിന്തുണ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ നാടിൻ്റെ നിയമം മാറണം, അവസ്ഥ മാറണം. പഴയതുപോലെ കളിയും ചിരിയും സന്തോഷവും സമാധാനവും നമ്മുടെ നാട്ടിൽ തിരിച്ചു വരണം. ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കാൻ ഞാൻ ഈ വോയിസ് ഇവിടെ കേൾപ്പിക്കാം. ഇന്നും ഭാര്യ പിതാവിനെയും മാതാവിനെയും ഒരു തമ്മാടി വെട്ടി ഒരു ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ ക്യാഷൻ വന്നിട്ടുണ്ട്, ലഹരിക്ക് അടിമപ്പെട്ടത് കൊണ്ടാണ്. ഇനി ഇവരൊന്ന് അറസ്റ്റ് ചെയ്യും. നാളെയും മറ്റന്നാളും തെളിവെടുപ്പ് നോട്ട് അവനും താല വിളിച്ച് ഒരു അമേരിക്കൻ പ്രസിഡന്റാറ്റം വന്ന് ഇറങ്ങുന്നവരെ പോലീസ് സെക്യൂരിറ്റി കൊണ്ടുവരും. അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച് വീണ്ടും ഇവരെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഇവൻ പറയും, ഞാൻ ഈ ചിക്കൻ ഫ്രൈയാണ് കഴിക്കൽ, മട്ടൻ ചുക്കിയാണ് കാലത്ത് കഴിക്കുക, പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഇവിടെ പാല് കുടിക്കൽ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വാങ്ങിച്ച് തീറ്റിപ്പോറ്റും. അപ്പോൾ ഏകദേശം 1-2 വർഷം കഴിയുമ്പോഴേക്ക് അവനക്ക് വേണ്ടിയും വാദിക്കാൻ വേണ്ടി ഇവിടെ കുറേ ആൾ രംഗത്തേക്ക് വരുവായി വരും. ഇതിങ്ങനെ തന്നെ തുടരും. പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് നിയമം ശക്തമാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ലോകത്ത് കേരളത്തിൽ മാത്രമേ ഈ ഡ്രഗും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവരും ഉണ്ട്, ഇന്ത്യ രാജ്യത്ത് തന്നെ മുഴുവനായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വെട്ടിക്കൊന്നതായിട്ടുള്ള പത്ര ന്യൂസുകളോ ദൃശ്യമാധ്യമ ന്യൂസോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ എല്ലാ ന്യൂസുകളും ദേശീയ തലത്തിലുള്ള എല്ലാ സ്റ്റേറ്റിനകത്തും, ഗോവയായിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, ഇവിടുത്തെ ന്യൂസ് ഞാൻ പരമാവധി ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ ചില കൊലപാതകങ്ങൾ നടക്കാറുണ്ട്. അത് ഇതിൻ്റെ പേരിലല്ല, അതൊന്നിക്ക് വർഗീയതയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൻ്റെ ഇവിടെ ജാതിയുടെ കാസ്റ്റിൻ്റെ പേര് ഇങ്ങനെയൊക്കെ സംഭവിക്കില്ല. പക്ഷേ ഇതുപോലെയില്ല, വളരെ അപൂർവമായിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേരളത്തിനകത്ത്. പക്ഷേ ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു നിയമം ശക്തമായി നടപ്പാക്കി കഴിഞ്ഞാൽ ഇവൻ സ്ട്രഗല്ല എന്തടിച്ചു കഴിഞ്ഞാലും ഇങ്ങനൊരു ചിന്ത പോലും ഇത്തരക്കാരുടെ മനസ്സിനകത്ത് വരത്തേ ഇല്ല. ഇവനെയൊക്കെ ഇപ്പോൾ എന്താ വേണ്ടത്? ഇപ്പോൾ ഇവനെ കൊന്നുള്ള കാര്യം കണ്ടന്റ് റൈറ്റ് എല്ലാവർക്കും അറിയാലോ. നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഇതേ താമരശ്ശേരിയിൽ കൊണ്ടുവരിക, കൈക്കും കാലിലും ആമം വെച്ച് കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മെസ്സേജ് സമൂഹത്തിലേക്ക് പാസ് ചെയ്യുക.
അപ്പോൾ എല്ലാവരും ഭയക്കും, ഇതിനൊരു അറുതി വരും. അല്ലാതെ കാലത്തോളം നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇതിന് അറുതി ഉണ്ടാവത്തേയില്ല. ഇപ്പോൾ കേരളത്തിനകത്ത് എല്ലാ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളും ലഹരിക്കെതിരെ പോരാട്ടം എന്നൊക്കെ സമരം നടത്തുന്നുണ്ട്. ഒരു പുല്ലും നടക്കത്തില്ല. നിങ്ങൾക്ക് തൻ്റെ ആണത്തോ ഉണ്ടെങ്കിൽ സമരം ചെയ്യണം, ഈ കൊലപാതകം നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ നിയമത്തിനൊന്ന് മാറ്റിമറിച്ച് നിയമം കൊന്നവനെ കൊല്ലുക എന്നുള്ള ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ട് പോരാട്ടം നടത്തി നിയമം മാറ്റിക്കുക. എന്നിട്ട് ആ ശിക്ഷ കൃത്യമായിട്ട് മറ്റ് വിദേശ ഗൾഫ് രാജ്യങ്ങൾ നടപ്പാക്കുന്നത് വരെ നടപ്പാക്കുക. ഒരു തർക്കവും വേണ്ട, ഈ കൊലപാതകം ഉണ്ടാവത്തില്ല. അല്ലാതെ ഇപ്പോൾ ഓരോരുത്തരെ കൊല്ലുന്നത് തള്ളുമ്പോൾ ലഹരിക്കടിമപ്പെട്ടെന്നാ പറയുന്നു. അവൻ ലഹരിക്കടിമപ്പെട്ട് എന്ത് ലഹരിക്കടിമപ്പെട്ടിട്ട്? ഈ ലഹരിക്കടിമപ്പെട്ട ഈ തെമ്മാടികൾ കൃത്യമായിട്ട് അവർ ആരെയൊക്കെയാണോ കൊല്ലുന്നത് അവരെ മാത്രമേ കൊല്ലുന്നുള്ളൂ. എന്തേ മറ്റുള്ളവരുടെ വെളിയിലേക്ക് പോകാത്തത്? ഇപ്പോൾ ഉദാഹരണം പറയാം, ഒരു ഉമ്മയെ കൊന്നൊരു മകനുണ്ട്, ഒരു ഹാഷിക്ക് എന്ന് പറയുന്നത് ജനിപ്പിച്ചവൻ ലഹരിക്കടിമപ്പെട്ടെന്നാണ് പറഞ്ഞത്. എന്ത് ലഹരിക്കാരി അവൻ അടിമപ്പെട്ടത്? അവൻ്റെ ഉമ്മാനെ കൊല്ലാൻ വേണ്ടി കൊടുവാൾ വാങ്ങിക്കാൻ അടുത്ത വീട്ടിലേക്ക് പോവുക. എന്നിട്ട് അവിടെ നിന്ന് കൊടുവാൾ ചോദിക്കുമ്പോൾ ആ വീട്ടുടമസ്ഥൻ അവരോട് ചോദിക്കുക എന്തിനായി കൊടുവാൾ ചോദിക്കുമ്പോഴാണ് അവൻ പറഞ്ഞ് തേങ്ങ ഒരിക്കാൻ വേണ്ടി തേങ്ങ വെട്ടാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് കൃത്യമായിട്ട് ബോധമുണ്ടല്ലോ ഇല്ലേ? എന്നിട്ട് അവൻ ആ കൊടുവാളും കൊണ്ടുവന്ന് വീട്ടിനകത്ത് കയറി കഥകടച്ച് ആരും കാണാതിരിക്കാൻ വേണ്ടി കഥകടച്ച് ഉമ്മയെ വെട്ടി അങ്ങ് കൊന്നു. എന്നിട്ട് അതിനുശേഷം നാട്ടുകാർ അവിടെ ഓടിക്കൂടുമ്പോൾ ആ കൊടുവാളും പിടിച്ചിട്ട് ഇവൻ പറയാം ഇങ്ങോട്ട് വന്ന് നിങ്ങളെയും കൊല്ലുമെന്ന് പറയാം. ഇവൻ ലഹരിക്കടിമപ്പെട്ടിട്ടാണ് ഈ ചെയ്തത്? അല്ലല്ലോ, കൃത്യമായിട്ടുള്ള ബോധം എനിക്കുണ്ടല്ലോ, ഉണ്ട്. എന്നിട്ട് അവൻ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവനൊരു നാടകം അഭിനയിക്കുക, ട്രെയിൻ കിസ് കൊടുക്കുക. എന്തിന്? മാനസിക രോഗിയാന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. എന്നിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് മാനസിക രോഗം അവൻ മാനസിക ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയി. നാണോ മാനോ ഉളുപ്പൂടെ ഈ വർഗത്തിന്? ഇതിനെ ചികിത്സിക്കണം. ചികിത്സിച്ചിട്ട് ഇവനെ ചികിത്സിച്ച് രോഗം ഭേദമാക്കിയിട്ട് പുറത്ത് തുറന്നു വിടാൻ വേണ്ടിയാ? ഇവനെ കൊണ്ട് എന്ത് നേട്ടം ഈ സമൂഹത്തിന് ഉണ്ടാവുക? അല്ലെങ്കിൽ എന്ത് മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ കൃത്യമായിട്ട് നിയമം മാറ്റിമറിച്ച് ഇത്തരം ക്രൈം ചെയ്യുന്നവർക്ക് ഒരു ദാക്ഷായനം കാണിക്കാതെ സ്പോട്ടിൽ തന്നെ ഇതിനിപ്പോൾ എനിക്ക് ഒരുപാട് കാലം തെളിവിന് വേണ്ടി വരും. എന്ത് തെളിവാണ് വേണ്ടത്? ഇവനാ കൊന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാലോ. ഇനി ഇവനെ കൊണ്ടുവരും തെളിവിന്. അത് കൊന്നത് എങ്ങനെയാ, എവിടെ ആക്കിയത്, അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇപ്പം നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ അതിനുശേഷം 5 പേരെ കൊന്നവർ ഇവരെ പിന്നെ കൊണ്ടുവരാം. എങ്ങനെയാ കൊന്ന്, ഏത് വാളാ പിടിച്ച്, കത്തി എങ്ങോട്ടാ പിടിച്ച്, ഇത് അറിഞ്ഞിട്ടെന്താണ് ഇവന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പം ജനങ്ങൾക്ക് അറിയാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു? അതെയോ? അല്ലല്ലോ, അവനെ കൊന്നത് അവന്റെ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് FIR കേസ് എടുക്കുക, കോടതി കൊടുക്കുക, ശിക്ഷ അങ്ങ് നടപ്പാക്കി വെക്കുക. അതിനപ്പുറത്തേക്ക് എന്താ വേണ്ട? അല്ലാതെ കാലത്തോടൊന്നും ഇവിടെ ഒരു ചുക്ക് സംഭവിക്കാൻ പോലെ ഇത് ഓരോ ദിവസം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ അത്ഭുതപ്പെടാനും ഞെട്ടാനും പറക്കാനൊന്നുമില്ല. കാരണം ഇത് ഡെയിലി കേൾക്കുന്നതാണ്. ഇത് ഇല്ലെങ്കിലേ ഇപ്പോൾ ഞെട്ടിപ്പോന്ന്. ഒരു ദിവസം ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടതാ. എന്താ ഇപ്പോൾ ഇന്നിങ്ങനെ സംഭവിച്ച് ആ തരത്തിലേക്ക് ജനങ്ങളായി, കേരളത്തിലെ പൊതുസമൂഹമായി. അല്ലെങ്കിൽ ഇതൊന്നും കഴിഞ്ഞാൽ പൊതുസമൂഹം ഏറ്റെടുക്കണം. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഒരു പാസ്സാവും, ഒരു പാഠമായിട്ട് മാറും. ജീവന് വേണ്ടിയിട്ട് അത് ആരുമില്ല. ഇവനൊക്കെ ഇപ്പം വിചാരിക്കുന്നത് ജയിലിൽ പോയി കഴിഞ്ഞാൽ എനിക്കും ബാധിക്കാൻ വേണ്ടി ആളുടെ എനിക്കും വേണ്ടി വക്കീൽ നോക്കും. ഇപ്പോൾ ആ മറ്റേ ചങ്ങായിക്കും വക്കീൽ പോയല്ലോ, അത് വാദിക്കാൻ വേണ്ടി. അവസാനം ജനങ്ങളുടെ ദോഷം പറഞ്ഞിട്ടാണ് ഇപ്പോൾ വക്കീൽ പിന്മാറിയത്. അപ്പോൾ ഇവിടെ നിയമം കർശനമല്ലാത്ത കാലത്തോളം ഇത് നമ്മളിങ്ങനെ കേൾക്കും. 2 ദിവസം മാധ്യമങ്ങൾ ചർച്ച ചെയ്യും, 3 ദിവസം ഞങ്ങൾ കണ്ണീരൊഴുക്കും, 4 ദിവസം ഞങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. ഇതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ കാലക്രമേണ താത്തുചെട്ടിയാറും കോഴിക്കോടാവും എന്ന് പറഞ്ഞതുപോലെ ഈ കാലക്രമേണ 2 3 കൊല്ലം കഴിയുമ്പോൾ ഇവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി കുറേ ജാനലക്കാരി എന്നിട്ട് അവൻ്റെ മനുഷ്യാവകാശ ലംഘനം ലംഘിച്ചു, അവനതിന് ഇത്രമാത്രം ശിക്ഷ അനുഭവിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവനെയും പുറത്തോട്ട് കൊണ്ടുവരും. ഇവൻ നെഞ്ച് വിരിച്ച് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇവൻ ഇങ്ങനെ നടക്കും. അല്ലെങ്കിൽ വേണ്ടി വന്നാൽ അവനെ വലിയ വാഴ്ത്തപ്പെട്ട പുരുഷനാക്കി അങ്ങ് മാറ്റുകയും ചെയ്യും. അങ്ങനെയാണ് ഇത്ര കൊലപാതകരെയൊക്കെ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നു. ജയിലിലേക്ക് പോകുമ്പോൾ അവർ കൊടുക്കുന്ന സ്വീകരണമൊക്കെ നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര മൊക്കയിട്ട് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ വലിയ ലഹരി വേട്ടക്കെതിരെ അങ്ങ് പ്രതിഷേധം ഉണ്ടാക്കിയതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവിടെ കൃത്യമായിട്ട് ശിക്ഷ നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റുമോ എങ്കിൽ ഇത് അറുതി വരും. അല്ലാതെ കാലത്തോളം ഇത് ഒന്നും സംഭവിക്കില്ല. ഇതിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഇതിങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും.